ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അതിൻ്റെ തലേന്നാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും കുഞ്ഞമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസിൻസും അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ കൊഞ്ച് ബിരിയാണിയായിരുന്നു. കൊഞ്ച് ബിരിയാണിയും നമ്മുടെ സാലഡും പപ്പടവും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്, നാളെ എൻഗേജ്മെൻറ്റ് ഡേക്ക് കളിക്കാനുള്ളത്. അപ്പോൾ പിന്നെ നേരത്തെ ഫുഡ് കഴിച്ച് വയറ് നിറയ്ക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക വൈബാണ്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഏകദേശം 12 മണി 12:30 ആയപ്പോൾ തന്നെ കുഞ്ഞമ്മയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും തന്നെ കുഞ്ഞമ്മ കൊഞ്ച് ബിരിയാണിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇനി വൈകുന്നേരത്തെ പ്രിപ്പറേഷൻസ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ കൊഞ്ച് ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം പാപ്പുവിന് ചെരുപ്പില്ലായിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റിന് ഇടാനായിട്ട്. അങ്ങനെ പിന്നെ അത് മേടിക്കാനായിട്ട് ഞാനും പപ്പും കൂടെ ഒരു ഊബർ പിടിച്ച് നേരെ ഷോപ്പിലോട്ട് പോകുമായിരുന്നു. അവിടെ ചെന്ന് കുറേ ഷൂ ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ളത്. പക്ഷെ അവൾക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവിടുന്ന് 2 ചെരുപ്പൊക്കെ എടുത്ത് ബില്ലൊക്കെ കൊടുത്തിട്ട് എനിക്ക് വേറെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നടക്കാൻ കൂടി വയ്യ, വലിഞ്ഞ് മേലോട്ട് കയറി അവിടുന്ന് സാധനമൊക്കെ മേടിച്ചിറങ്ങിയപ്പോൾ വല്ലാത്ത ദാഹം. അങ്ങനെ പിന്നെ ഒരു ജ്യൂസ് ഷോപ്പിൽ കയറിയിട്ട് പാപ്പുവിന് ഓറിയോ ഷേക്കും ഞാനൊരു ഷാജോ ഷേക്കും കുടിച്ചിട്ടൊക്കെയാണ് പിന്നെ വീട്ടിലോട്ട് പോയത് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ, എൻഗേജ്മെൻറ്റ് ഡേയുടെ അന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ തന്നെ ചെയ്യിച്ചതാണ് കേട്ടോ. മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്യിച്ചിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഹെയർ സെറ്റ് ചെയ്യാൻ എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അത് മാത്രം ഞാൻ പുറത്തുനിന്നൊരു കുട്ടീനെ വിളിച്ച് ചെയ്യിച്ചതാണ് കേട്ടോ. അങ്ങനെ അവർ വീട്ടിൽ വന്ന് എനിക്കും പാപ്പൂനും കൂടെ അത് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു ആശ്വാസം. കാരണം മുടി കെട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ബാലി കയറാ മല പോലെയാണ്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല മുടി കെട്ടാനായിട്ട്. മേക്കപ്പ് ഞാൻ പിന്നെ പുറത്തൊന്നും പോയി ചെയ്യില്ല. എനിക്ക് അറിയാമെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ മോയ്സ്ചറൈസിങ്, സൺസ്ക്രീം അതൊക്കെ ഇടും. പിന്നെ ഇത്തവണ ഞാൻ കുറച്ച് ഫൗണ്ടേഷനും സ്റ്റോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുരികം ഷേപ്പ് ചെയ്തു. പിന്നെ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു ഫംഗ്ഷൻ അല്ലേ, കുറച്ചൊന്നും ഇതായിട്ടിരിക്കട്ടെ എന്ന് കരുതി കേട്ടോ. അത് കഴിഞ്ഞ് കണ്ണെഴുതി, മസ്കാര ഇട്ടു, പിന്നെ ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, പൊട്ട്, ഇത്രയും തന്നെയാണ് എൻ്റെ മേക്കപ്പ് റുട്ടീൻ. ഇതിനപ്പുറം ഒന്നും എനിക്ക് ചെയ്യാൻ വലിയ ഐഡിയ ഒന്നുമില്ല, ചെയ്തിട്ടുമില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് മാത്രമാണ് ഞാൻ പുറത്തുനിന്നൊരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ അങ്ങനെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യലൊക്കെ കുറവാണ് കേട്ടോ. ഞാൻ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ പാപ്പൂനെയൊക്കെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാകുമ്പോൾ എനിക്ക് പാടില്ല, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വേർത്തൊലിച്ചിറങ്ങും. അതുകൊണ്ട് ഞാൻ ബുദ്ധിപരമായിട്ട് ആദ്യമേ പാപ്പൂനെ തന്നെ ഒരുക്കി ഒരു സൈഡിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കുഞ്ഞു പൊട്ട് തട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഫംഗ്ഷനൊക്കെ ഇതാണ് വെക്കുക. കാരണം ഇത് വെച്ചാൽ കുറച്ചൊന്ന് എടുത്ത് കാണിക്കും. മറ്റേ കല്ല് വെച്ച പൊട്ടൊക്കെ വെച്ചാൽ നമ്മളെ പെട്ടെന്ന് ഫോട്ടോസിനൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു പൊട്ടാണ് ഇട്ടത് കേട്ടോ. പിന്നെ ഞാൻ വേറെ ഓർണമെൻറ്റ്സ് ഒന്നും ഇടുന്നില്ല. കഴുത്തിൽ ഞാൻ എൻ്റെ ഈ ഒരു ഫേവറേറ്റ് ജിമിക്ക ഞാൻ തേടി കണ്ടുപിടിച്ച ജിമിക്കയാണ് കേട്ടോ. ഒരു ടെമ്പിൾ ആൻറ്റിക് ജിമുക്ക സ്റ്റൈൽ ജിമുക്ക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കയ്യിലൊരു ഗ്രീൻ സ്റ്റോൺ വെച്ച് 2 വളയും വാച്ചുമാണ് കെട്ടുന്നത്. വേറെ എക്സ്ട്രാ ഓർണമെൻറ്റ്സ് ഒന്നും ഇടുന്നില്ല. അത് തന്നെ ധാരാളമാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇതാണ് പയ്യൻ കേട്ടോ. അങ്ങനെ എൻ്റെ കസിൻസ് എല്ലാവരും നിൽപ്പുണ്ട്. എല്ലാവരും നല്ല അടിപൊളി ഡ്രസ്സിലായിരുന്നു കേട്ടോ. ഇത് അമ്മയാണ്, മാമി നിൽപ്പുണ്ട്. എൻ്റെ അനിയത്തി, ഇവളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവളും ഹെയർ പുറത്തുനിന്നാണ് ചെയ്യിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും എത്തിയപ്പോഴേക്കും ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്ത് ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അതൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അകത്ത് പതുക്കെ കയറാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ബന്ധുക്കളൊക്കെ വരുമല്ലോ, അപ്പോൾ പിന്നെ അവരെയൊക്കെ ഒന്ന് റിസീവ് ചെയ്ത് കൊണ്ടിരുത്തണം. പിന്നെ അവരോടൊക്കെ സംസാരിക്കണമല്ലോ. അങ്ങനെ പിന്നെ അവന് കുറച്ച് നെർവസ്നെസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 5 വർഷത്തെ പ്രണയമാണ്. ആ പ്രണയത്തിൻ്റെ ഒരു ഘട്ടമാണ് ഇവിടെ പൂവണിയാൻ പോകുന്നത്. എന്നിട്ട് പോലും അവനൊരു നെർവസ്നെസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇതൊന്നും ഇല്ലാതെ കല്യാണം കഴിക്കുന്നവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിക്കുക. എൻ്റെയൊക്കെ ഒരവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ എൻഗേജ്മെൻറ്റിന് 103 ഡിഗ്രി പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം ഭയങ്കര എന്താ പറയുക, ഒരു നെസ്റ്റ് ഫീലിംഗ് പോലെ. അങ്ങനെ ആദ്യം ജാതക കൈമാറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മോതിരമാറ്റ ചടങ്ങിലോട്ട് കിടക്കുന്നത്. പിന്നെ കാല് പിടിച്ചുള്ള അനുഗ്രഹമാണ്. എല്ലാവരും കാല് പിടിച്ച അനുഗ്രഹം അങ്ങ് മേടിച്ചേക്കണം കേട്ടോ. അങ്ങനെ പയ്യനെ കൊണ്ടിരുത്തിയപ്പോഴേക്കും പെണ്ണ് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവരുടെ 5 വർഷം എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റാണ് കേട്ടോ, അവർക്കും നമുക്കും എല്ലാം. അങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ മോതിരമാറ്റ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെക്കൻ വീട്ടുകാരുടെ വക കലാപരിപാടികൾ. ആദ്യം പാപ്പൂൻ്റെ നോനൂൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം പിള്ളേരെല്ലാം കൂടെ ഒരു കുഞ്ഞ് ഡാൻസൊക്കെ തട്ടിക്കൂട്ടി ഒറ്റൊരു ദിവസം കൊണ്ടിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഒരു ഫ്യൂഷൻ ഡാൻസ് പോലെയാണ് സെറ്റ്
ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനും ബാപ്പു നോനും കൂടെയൊക്കെ ഒരു ഡാൻസ് അങ്ങൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ. പക്ഷെ നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തകർത്തു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഡാൻസും പൂർത്തിയായി. അങ്ങനെ നല്ല എന്താ പറയുക, നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഒരു കുഞ്ഞു കുട്ടി ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു മക്കളൊക്കെ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് തളർന്നിട്ട് നേരെ സദ്യ കഴിക്കാനാണ് പോയത്. അങ്ങനെ പരിപ്പും പപ്പടം പായസമൊക്കെ കൂട്ടി നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷമാണ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. രാവിലത്തെ തത്രപ്പാടിൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വന്നിട്ട് എടുക്കാമെന്ന് കരുതി കാര്യമായിട്ട് അതിന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.